മോളെ ഓക്കെ അല്ലേ? എന്നാ മോളെ വണ്ടി കയറിക്കോ. വാ. ഡീ നീ അങ്ങോട്ടാ പോന്നേ? വണ്ടി എടുക്കാൻ. ആ ഓടിച്ചതൊക്കെ മതി. നിന്നെയൊക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച് എന്നെ വേണ പറയാം. പോടി അങ്ങോട്ട്. പിന്നെ ഞാനില് കാണായിരുന്നു. അതെ, അന്ന് അവൻ പോയിട്ട് പിന്നെ നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ? ആര്? സുജിത്തിനെയോ? കണ്ടു. എടാ ഞാൻ പോവാ, ബൈ. എന്റെ മുമ്പിൽ നിന്നൊന്ന് പൊക്കെ. ഞാൻ എങ്ങനെയാ റിയാക്ട് ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. എടാ ഞാൻ പറയുന്നു കേക്ക്. ഒരു പെണ്ണും പൊറുക്കത്തേറ്റാ ഞാൻ എന്നോട് ചെയ്തത്. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം, പക്ഷെ എന്നെ വേണ്ടെന്ന് മാത്രം പറയരുത്. ഞാനിപ്പോ നാട്ടുകാരുടെ വീട്ടുകാരുടെ മുമ്പിലൊക്കെ ആരാ? രാത്രി സമയത്ത് ഏതൊരുത്തരും വീട്ടിൽ വിളിച്ച് കയറ്റി പെണ്ണ്. അതിനെന്ത് മറുപടി നിനക്ക് പറയാനുള്ളേ? എടോ ഒന്ന് നാട്ടുകാരൊക്കെ കൂടിയപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്നോ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. സത്യം പറഞ്ഞ പേടിച്ചിട്ടാ. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഇത്രയൊക്കെ ചെയ്ത് നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? അതുകൂടെ പറഞ്ഞതാ. തെറ്റെൻ്റെ ഭാഗത്താ. വേണേ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാം, എന്ത് വേണം ചെയ്യാം. പക്ഷെ എന്നോട് ഒഴിഞ്ഞു പോകാൻ മാത്രം നീ പറയരുത്. ഇത് പറയാൻ വേണ്ടി ഞാൻ 6 ദിവസം നിന്റെ പുറകെ നടക്കുന്നു. എന്നാ നീ എന്റെ വീട്ടിൽ വന്ന് സംസാരിക്കേ. മോളെ ഒരു 2 ദിവസം സമയം താ. എൻ്റെ വീട്ടിലെ അവസ്ഥ അറിയില്ല എനിക്ക്. ഞാൻ എന്തായാലും വന്ന് പറയും. എടോ എനിക്ക് നീ ഇല്ലാണ്ട് പറ്റൂല. ആ സമയത്തൊക്കെ ആകെ പ്രശ്നമായിരുന്നു. പുറത്തിറങ്ങിയ നാട്ടുകാരുടെ കളിയാക്കലും ചിരിയും. അതിനപ്പുറമായിരുന്നു വീട്ടിലെ സ്ഥിതി. എന്നെ കണ്ണിന് നേരെ കണ്ട അമ്മ അപ്പൊ തുടങ്ങും കുത്തുവാക്കും ചീത്തവിളി. വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. ഇനി നാട്ടുകാർ എന്തറിയാനാ ബാക്കിയുള്ളേ? ഡീ ഒന്നവിടെ നിന്നേ. നീ മാത്രമല്ല, ഇവളൂടെ ഉണ്ട് ഇവിടെ. ഇവളുടെ ഭാവിയും കൂടെ നോക്കണം ഞങ്ങൾക്ക്. അന്നേരം തന്നെ ഇറങ്ങി ഓടിയില്ലേ? ഇനി ആ മറ്റവനെ മനസ്സിൽ കണ്ടോണ്ടാണ് ഇപ്പോഴും നീ ജീവിക്കുന്നെങ്കിലേ, എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല. അവൻ ആരാന്ന് പോലും ഞങ്ങൾക്ക് അറിയണ്ട. ബീനമേമ ഒരു ആലോചന കൊണ്ട് വന്നിട്ടുണ്ട്. നാളെ പെണ്ണ് കാണാൻ വരും അവര്. നിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെ അവര് വരുന്നേ. നിനക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ശരി, ഞങ്ങൾ അത് നടത്തും. നോക്കിക്കോ. ആ പിന്നെ മതി മതി മോള് ചെല്ലു, നമുക്ക് പിന്നെ സംസാരിക്കാം. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? നാട്ടുകാർ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നേ. നീ ഒന്ന് അടങ്ങ്, ഞാൻ സംസാരിച്ചോളാം. ഹലോ ഹലോ പറടോ. നാളെ എന്നെ ഒരാൾ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അവരിത് എന്തായാലും നടത്തും. എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വരട്ടെ, പെണ്ണുണ്ട് പോട്ടെ, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. നീ എന്തൊരു നിസ്സാരമായിട്ട് ഇത് പറയുന്നേ? എൻ്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്ക് നന്നായി അറിയാം മോളെ. അറിയണ്ടല്ല ഈ പറയണേ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല, അതിനാര് വന്നാലും. എന്നാ പറ, എന്താ ഞാൻ ചെയ്യണ്ടേ? നമുക്ക് ബാംഗ്ലൂർക്ക് എങ്ങനെ പോയാലോ? അവിടെ പോയി കല്യാണം രജിസ്റ്റർ ചെയ്യാം. ഒരു 1.5 മാസം കഴിയുമ്പോൾ വീട്ടുകാരെ നമ്മളെ തിരിച്ചു വിളിക്കും. ഇതല്ലാതെ എനിക്ക് വേറെ വഴിയൊന്നും അറിയില്ല. നിനക്കറിയാലോ, ജോലിയും കൂലിയില്ലാണ്ട് കല്യാണക്കാർ വീട്ടിൽ പറഞ്ഞുള്ള അവസ്ഥ. ബാംഗ്ലൂർ ആരാ ഉള്ളേ? നമ്മുടെ വിനോദില്ലേ, അവൻ ബാംഗ്ലൂരാ. തൽക്കാലമല്ല അവൻ അറേഞ്ച് ചെയ്യും. എനിക്കൊരു 4 ദിവസം കൂടി സമയം താ, ബാക്കി വരുന്നിടത്ത് വെച്ച് നോക്കാം. എന്നിട്ട് 17-ാം തീയതി വൈകിട്ട് 3 മണിക്ക് ബാംഗ്ലൂർക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു. അടിപൊളി. എനിക്ക് പതുക്കെ ഒരു ആശ്വാസമൊക്കെ തോന്നി തുടങ്ങി. ഈ നാട്ടിൽ നിന്ന് എങ്ങനെയും പോയാൽ മതി എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഒന്ന് സെറ്റാക്കിട്ട് പറ, വിളിക്കണേ. ഹലോ ഹലോ, എവിടെയത്? എത്ര ദിവസമായിട്ട് ഞാൻ വിളിക്കുക. ഞാൻ ഒടുക്കത്തെ ഓട്ടത്തിലായിരുന്നു മോളെ, കാശ് ഒപ്പിക്കാനായിട്ട്. ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. വെക്കല്ലേ. എന്താ കാര്യം? ഞാൻ 2 ദിവസമായിട്ട് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. എൻ്റെ മോള് മറ്റൊന്ന് പോകുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ. നീ ആണെങ്കിലും ഒന്നും പറയുന്നുമില്ല. അങ്ങനെ സീനൊന്നുമില്ല. അവിടെ ചെന്ന താമസം പ്രശ്നമൊക്കെ നോക്കണ്ടേ? ചിലപ്പോൾ 2 മാസം താമസിക്കേണ്ടി വന്നാലോ? അപ്പം അതിനുള്ള പൈസ ഉണ്ടാക്കാനുള്ളൊരു ഓട്ടത്തിലായിരുന്നു ഞാൻ.
ഇതാണോ പ്രശ്നം? ഇതൊക്കെ എന്നോട് പറഞ്ഞാ പോരെ? എന്താ കാണുന്ന പറഞ്ഞേ? ദേ ഇത് വെച്ചോ. നീ ഇനി ഓടണ്ട. ഇത് വിറ്റോ പണയം വെച്ചോ പൈസ വാങ്ങ്. എന്താ മോളെ ഇത്? എന്തൊക്കെയാ കാണിക്കണേ? ഗോൾഡ് ഒന്നും വേണ്ട, കുറച്ച് കഷ്ടപ്പെടാൻ സാറില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തോളാം. എവിടുന്ന് സെറ്റാക്കുമെന്നായി പറയുന്നേ? നമുക്ക് നാളെ പോണ്ടേ? എന്നാലും ഇത് വേണ്ട. അങ്ങനെ പറയല്ലേ. ഇത് കൊണ്ടുപോ പ്ലീസ്. എടോ വേഗം പോ പോ. അന്ന് പോയിട്ട് ഞാൻ അവനെ കുറേ വിളിച്ചു, കിട്ടിയില്ല. ഫോണാണെങ്കിൽ ഓഫും. എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായി. ഞാൻ അവനെ വീട്ടിലും നാട്ടിലും ഒക്കെ അന്വേഷിച്ചു, അവിടെ എങ്ങും കണ്ടില്ല. എന്തോ സംശയം തോന്നി. ഞാൻ പുതിയൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി സുജിത്തിനെ സെർച്ച് ചെയ്തപ്പോൾ അവൻ നാട്ടിലെങ്ങും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. ആ നോറി നീ പിന്നെ കണ്ടില്ലേ? കണ്ടു. എന്ന്? ഇന്ന്. ഇന്നോ? അതെ, ഇന്ന്. ഇവിടെ പായസം കിട്ടിയില്ല ചേട്ടാ. ഇവിടെ ചേട്ടാ പായസം കൊണ്ടുവാ. ഇത്രയ്ക്ക് തെണ്ടി എന്ന് പ്രേമിച്ച് നടന്നപ്പോ മനസ്സിലായില്ലേ മോളെ? ഇല്ല, പിന്നെ ഞാൻ അറിയുന്നത് ഇവന്റെ സ്ഥിരം പരിപാടിയായിരുന്നെന്ന്. ചേച്ചി ഇതാണോ ആള്? ആ, കാണിച്ചേ. ഇവനൊന്ന് കണ്ടാ പോരാ, കൊടുക്കണം. നല്ല ചെവിക്കുറ്റി നോക്കി കൊടുക്കണം. വേണ്ടേ? വേണം. അവന്റെ ഒക്കെ കുടുംബത്തേരെ അടിക്കണം. വിട്ടേ.